പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കുഞ്ഞിതായിരിക്കുന്ന സമയത്ത് അമ്മ വീട്ടിൽ അലുവി ഉണ്ടാക്കും. ഈ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി ഓരലിട്ട് ഇടിച്ച് അരിപ്പൊടി ഉണ്ടാക്കി കുറച്ച് ശർക്കര നീരും ഇത്തിരി നാളികേരം പാലും ചേർത്ത് കുറച്ച് ജീരകം ഇത്തിരി ചുക്കുപൊടിയൊക്കെ ചേർത്ത് അലുവി ഉണ്ടാക്കും. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഈ അലുവി ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനല്ല, ബന്ധു വീടുകളിൽ ഈ ഗർഭിണികളായിട്ടുള്ള പെൺപിള്ളേർ ഇപ്പോൾ ഈ വയറ് കാണാൻ പോകുന്ന ചടങ്ങിന് അല്ലെങ്കിൽ ബന്ധു വീടുകളിലെ ഒക്കെ വയസ്സായവർ കെടുപ്പുള്ളവരെ കാണാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകാനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ആ പ്രായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലപ്പറമ്പലും പള്ളി പെരുന്നാളിലൊക്കെ പോകുമ്പോൾ ഈ ബേക്കറികളിലൊക്കെ കാണുന്ന ചുവപ്പ് മഞ്ഞ കറുപ്പ് പച്ച കളറുള്ള അലുവകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിനുള്ള ടേസ്റ്റ്. അപ്പോൾ അമ്മയുടെ അടുത്ത് പറയും, അമ്മ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പറയും അതെല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ടത് അവർക്ക്. പക്ഷേ അമ്മ അതൊന്നും കേൾക്കാണ്ട് ഇത് അലുവി ഉണ്ടാക്കുന്നുണ്ടാവും. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വാഴല വാട്ടി ഒരു കിണ്ണത്തിൽ അത് ഒഴിച്ച് പരത്തി പിന്നെ അത് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുറിച്ച് ഒരു വാഴല വാട്ടി അതിൽ കടലാസ് കൊണ്ട് പൊതിഞ്ഞ് പീടിയെന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന ചാക്കര കെട്ടി ഒരു തുണി സഞ്ചിയിലാക്കി അമ്മേരൊപ്പം ബന്ധുവീടുകളിലേക്ക് പോയിട്ടുള്ള ഓർമ്മകളൊക്കെ നമുക്കുണ്ട്. അപ്പോഴൊക്കെ ചിന്തിക്കും, അതല്ല ആ അലുവിയല്ലേ അവർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകേണ്ടതെന്ന്. പക്ഷേ നമുക്ക് പ്രായം കടന്നു പോന്നപ്പോൾ നമുക്ക് മനസ്സിലായി ആ അമ്മയുണ്ടാക്കിയ ആ പഴയ അലുവയാണ് ഏറ്റവും നല്ലതെന്ന്. ആ കളർ അലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള നായ്ക്കൾക്കോ അല്ലെങ്കിൽ കോഴികൾക്കോ കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് അമ്മമാരുണ്ടാക്കുന്ന അലുവയല്ല ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത്, അത് പിന്നെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ബീറ്റ്റൂട്ട് ചേർത്ത് ഒരു അലുവി ഉണ്ടാക്കുകയാണ്. ബീറ്റ്റൂട്ടിൻ്റെ കുത്ത് കുറേ പേർക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഈ അലുവിക്ക് ബീറ്റ്റൂട്ടിൻ്റെ കുത്തോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, അതൊക്കെ പോവും. ഭയങ്കര ടേസ്റ്റാന്ന് പറയില്ല, എന്നാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി പരീക്ഷിക്കണം. അപ്പോൾ നമുക്ക് ആ അലുവി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമുക്കിത് വേണ്ടത് 1/2 കിലോ ബീറ്റ്റൂട്ട്, 150 ഗ്രാം പച്ചരിയില്ലേ, അതൊരു 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടാ അത് കഴുകിയെടുത്താണത്. 1.5 നാളികേരത്തിൻ്റെ കട്ടിപ്പാല് ഒറ്റ പ്രാവശ്യം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര 300 ഗ്രാം. മധുരം ഭയങ്കരമായിട്ട് വേണമെന്നുള്ളവർക്ക് ഇത്തിരി മധുരം കൂടുതൽ ചേർക്കാട്ടാ. ഞാൻ 300 ഗ്രാമാണ് എടുത്തോണത്. 100 ഗ്രാം വേണം കേട്ടാ. പിന്നെ ഒരു 5 ഏലക്കായ കേട്ടാ. ബീറ്റ്റൂട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടാ. എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം. പച്ചരി നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. ബീറ്റ്റൂട്ട് ഒരു വലിയ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് മിക്സിയിൽ അടിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ പച്ചരി ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ വെള്ളമൊഴിച്ചിട്ട് അതും മിക്സിയിൽ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചു കേട്ടോ. അത് ചൂടാവണമെന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു അരിപ്പ് വെച്ച് നമ്മുടെ പച്ചരി മിക്സിയിൽ അടിച്ചില്ലേ, അത് ഇങ്ങനെ ഒരു അരിപ്പ് വെച്ച് ഇതിലേക്കാണ്ട് ഒഴിക്കുക. അപ്പം ഇതിൽ ഇങ്ങനെ കൊറ്റുണ്ടാവും, അത് നമുക്ക് വേണ്ട കേട്ടാ, അത് മാറ്റിക്കളയാം. ഇതേപോലെ തന്നെ നമ്മൾ ബീറ്റ്റൂട്ട് വെള്ളം ഒഴിച്ചടിച്ചില്ലേ, അത് ഇതുപോലെ ഒഴിക്കുക. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അമർത്തി കൊടുക്കാം കേട്ടാ. ഇപ്പോഴത്തെ കംപ്ലീറ്റ് ചാറ് അരിക്കേണ്ട ഇറങ്ങിയോളൂ. ഇതിന്റെ കൊറ്റല്ലേ, അത് നമുക്ക് ആവശ്യമില്ല കേട്ടാ, ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇന്ന് ഇളക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇളക്കിക്കൊണ്ടിരിക്കട്ടെ എപ്പോഴും.
പെട്ടെന്ന് കട്ട പിടിക്കരുത്. ഒരു ബുദ്ധിമുട്ടുള്ള പണിയല്ല ഈ അലുവി ഉണ്ടാക്കില്ലേട്ടാ. ഭയങ്കര സുഖ. നീ ഇതിലേക്ക് ഇവിടെ പഞ്ചസാര ഇല്ലേ ആട്ടി കൊടുക്ക. ഇതിന്റെ ഒപ്പം തന്നെ നാളെ പാൽ ഒഴിക്കാട്ടാ. ഇളക്കാം. മധുരം അല്പം പോരായാണ്. ഞാൻ ഒരു 50 ഗ്രാം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആകെ 350 ഗ്രാം പഞ്ചസാര കേട്ടാ. 1/2 കിലോ ബീട്രൂട്ട് അതിലേക്ക് 350 ഗ്രാം പഞ്ചസാര കേട്ടാ. ചെറുതായിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയില്ലേ. ഇനി 100 ഗ്രാം വെണ്ണയില്ലേ അത് ഇരിക്കാണ്ട് ചേർക്കാം. ടൈം ഇളക്കിക്കൊണ്ടിരിക്കണ. ലാസ്റ്റ് ഈ സാധനല്ലേ ഇതിൽ കിടന്ന് ഓടി നടക്കട്ടാ. ഏലക്കായ ഇല്ലേ, ഏലക്കായ നമ്മൾ പറഞ്ഞില്ലേ 5-10 ഏലക്കായ, അത് 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചാട്ടാ അതിക്കിടാം. ഇത് അടിയിൽ പിടിച്ചില്ലേട്ടാ, ഇങ്ങനെ വെറുതെ കിടന്ന് ഓടി നടക്കും കണ്ട. നമ്മുടെ ബീട്രൂട്ട് ഹലുവ റെഡി. നമുക്കിത് ഇനി തീ ഓഫ് ചെയ്യാട്ടാ. അടുത്ത് നമ്മള് എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ ഒരു കിണ്ണെടുത്ത് അതിലേക്ക് ഇതിനെ ഇട്ടുന്നു കേട്ടാ. എല്ലാവരും വീടുകളിൽ കിണ്ണങ്ങളല്ലേ വരത്താ, നമ്മൾ അങ്ങനെ ചെയ്യുന്നു കേട്ടാ. ഇത് ഇന്ന് ഇങ്ങനെയാണ് കിണ്ണത്തിലാണ്ട് ആക്കി വെച്ചിട്ട് നാളെ തിന്നാൻ പാടുള്ളൂട്ടാ. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് അറിയാം. ഇന്ന് ആരും തുടരുത്. ബീട്രൂട്ടിന്റെ തകർപ്പൻ ഹലുവ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ. നാളെയാണ് ഇതെടുക്കാൻ പറ്റുള്ളൂട്ടാ. ഉറക്കിട്ടണ്ട് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടാ. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളിത് എങ്കിലും ഉണ്ടാക്കിക്കോളാം.